അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം 1463, സൂറത്തുൻ നഹൽ 80 മുതൽ 83 കൂടിയ സൂക്തങ്ങൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. والله جعل لكم من بيوتكم سكنا وجعل لكم من جلود الأنعام بيوتا تستخفونها يوم ظعنكم ويوم إقامتكم ومن أصوافها وأوبارها وأشعارها أثاثا ومتاعا إلى حين. والله جعل لكم مما خلق ظلالا وجعل لكم من الجبال أكنانا وجعل لكم سرابيل تقيكم الحر وسرابيل تقيكم بأسكم كذلك يتم نعمته عليكم لعلكم تسلمون. فإن تولوا فإنما عليك البلاغ المبين. يعرفون نعمة الله ثم ينكرونها وأكثرهم الكافرون. صدق الله العظيم. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وآله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. والله جعل لكم من بيوتكم سكنا. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നിങ്ങളുടെ വീടുകളെ വിശ്രമസ്ഥാനമാക്കിയിരിക്കുന്നു, സമാധാന കേന്ദ്രമാക്കിയിരിക്കുന്നു. വജഅല ലക്കും മിൻ ജുലൂദിൽ അൻആമി ബുയൂതൻ. കന്നുകാലികളുടെ തോലുകളിൽ നിന്ന് അവൻ നിങ്ങൾക്ക് പാർപ്പിടങ്ങൾ, വീടുകൾ നൽകുകയും ചെയ്തിരിക്കുന്നു. തസ്തഖിഫൂനഹ യൗമൽ അനിക്കും. നിങ്ങൾ യാത്ര ചെയ്യുന്ന ദിവസം നിങ്ങൾക്ക് അവ അനായാസം ഉപയോഗപ്പെടുത്താൻ സാധിക്കും. വയൗമ ഇഖാമത്തിക്കും. നിങ്ങൾ താവളമടിക്കുന്ന ദിവസവും നിങ്ങൾക്കത് അനായാസം കൂടെ കൊണ്ടുപോകാൻ സാധിക്കും വിധത്തിലുള്ള വീടുകൾ അല്ലാഹു ഈ കന്നുകാലികളുടെ തോലിൽ നിന്ന് നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിരിക്കുന്നു. വമിൻ അസ്വാഫിഹ. ചെമ്മരിയാടുകളുടെ രോമങ്ങളിൽ നിന്ന്, അതേപോലെ ഔബാരിഹ ഒട്ടകങ്ങളുടെ രോമങ്ങളിൽ നിന്നും, അശാരിഹ കോലാടുകളുടെ രോമങ്ങളിൽ നിന്നും അല്ലാഹു നിങ്ങൾക്ക് സംവിധാനിച്ച് തന്നിരിക്കുന്നു. അസാസൻ വീട്ടുപകരണങ്ങൾ. മതാഅൻ ഇലാ ഹീൻ. ഒരു നിശ്ചിത സമയം വരെ നിങ്ങൾക്ക് ഉപഭോഗ സാധനങ്ങളും അഥവാ നിങ്ങൾക്ക് സുഖിക്കാൻ സാധിക്കുന്ന മറ്റു സംവിധാനങ്ങളും അല്ലാഹു തആല ഇവകളിൽ നിന്ന് ഒരുക്കി തന്നിരിക്കുന്നു. വല്ലാഹു ജഅല ലക്കും മിമ്മാ ഖലഖ ളിലാലൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല താൻ സൃഷ്ടിച്ച വസ്തുക്കളിൽ നിന്ന് നിങ്ങൾക്ക് തണലുകൾ ഉണ്ടാക്കി തരികയും ചെയ്തു. വജഅല ലക്കും മിനൽ ജിബാലി അക്നാനൻ. പർവ്വതങ്ങളിൽ നിന്ന് അവൻ നിങ്ങൾക്ക് അഭയകേന്ദ്രങ്ങൾ ഉണ്ടാക്കി തന്നു. വജഅല ലക്കും സറാബീല തഖീകുമുൽ ഹർറ. ചൂടും അതുപോലെ തണുപ്പും സംരക്ഷിക്കാൻ സാധിക്കുന്ന, പ്രതിരോധിക്കാൻ സാധിക്കുന്ന വിധത്തിലുള്ള ഉടുപ്പുകൾ, വസ്ത്രങ്ങൾ അവൻ നിങ്ങൾക്കുണ്ടാക്കി തന്നു. വസറാബീല തഖീകും ബഅസക്കും. നിങ്ങൾ അന്യോന്യം നടത്തുന്ന ആക്രമണങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് കാവല് നൽകുന്ന, നിങ്ങളെ കാത്തുരക്ഷിക്കുന്ന കവചങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്കുണ്ടാക്കി തന്നു. കദാലിക യുത്തിമ്മു നിഅമതഹു അലൈക്കും. ഇപ്രകാരം അല്ലാഹു സുബ്ഹാനഹു വ തആല, അതായത് ഈ വസ്തുക്കളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കി തന്നതുപോലെ അല്ലാഹു അവന്റെ അനുഗ്രഹങ്ങളെ ഈ ദുനിയാവിൽ നിങ്ങൾക്ക് പൂർത്തിയാക്കി തരും. ഇനിയും നിങ്ങൾക്ക് ആവശ്യമുള്ള വസ്തുക്കളെല്ലാം സൃഷ്ടിച്ചു തന്നുകൊണ്ട് എന്നർത്ഥം. കദാലിക, അതാണ് ഇപ്രകാരം യുത്തിമ്മു നിഅമതഹു അലൈക്കും, അല്ലാഹു അവന്റെ അനുഗ്രഹങ്ങളെ നിങ്ങൾക്ക് പൂർത്തിയാക്കി തരും. ലഅല്ലക്കും തുസ്ലിമൂൻ. നിങ്ങൾ അല്ലാഹുവിന് വഴങ്ങുന്നവരായി തീരാൻ വേണ്ടി, കീഴ്പ്പെടുന്നവരാകുന്നതിനു വേണ്ടി. ഫൈൻ തവല്ലൗ,
അപ്പോൾ അവർ പിന്തിരിയുകയാണെങ്കിൽ, നബിയെ ഇത്രയും ഹൃദയസ്പർക്കായ വിധത്തിൽ തങ്ങൾ കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുത്തിട്ടും അവർ പിന്തിരിയുകയാണെങ്കിൽ, ഫഇന്നമാ അലൈക്കൽ ബലാഗുൽ മുബീൻ, നിശ്ചയം തങ്ങളുടെ മേലിൽ വ്യക്തമായ പ്രബോധനം മാത്രമേ ബാധ്യതയുള്ളൂ. യഅരിഫൂന നിഅമത്തല്ലാഹ്, അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളെ അവർ മനസ്സിലാക്കുന്നു. സുമ്മ യുൻകിറൂനഹ, എന്നിട്ട് അവകളെ അവർ നിഷേധിക്കുകയും ചെയ്യുന്നു. അക്സറുഹുൽ കാഫിറൂൻ, അവരിൽ മിക്ക ആളുകളും സത്യനിഷേധികളാണു താനും. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുകയാണ്. കഴിഞ്ഞ സൂക്തങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് ചെയ്തു കൊടുത്ത ഒന്നും അറിയായ്മയിൽ നിന്ന് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാനും നിയന്ത്രിക്കാനും സാധിക്കുന്ന പരുവത്തിലേക്കുള്ള ബുദ്ധിപരമായ വളർച്ചയും വികാസവും അള്ളാഹു അവർക്ക് ഉണ്ടാക്കിക്കൊടുത്തതടക്കം അവൻ സംവിധാനിച്ച ഒട്ടനവധി അനുഗ്രഹങ്ങളെക്കുറിച്ച് നേരത്തെ അള്ളാഹു ഉണർത്തിയല്ലോ. ആ അനുഗ്രഹങ്ങളെക്കുറിച്ച് ഉണർത്തിയതിനു ശേഷം കുറച്ചുകൂടി ജീവിതത്തിൽ അവർ നിരന്തരമായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സൗകര്യങ്ങളെ, അവർക്ക് അല്ലാഹു തആല ഒരുക്കിക്കൊടുത്തിരിക്കുന്ന അനുഗ്രഹങ്ങളുടെ അതേപോലെ തന്നെ ഉപകാരങ്ങളുടെ നേർചിത്രങ്ങൾ അല്ലാഹു എടുത്തു കാണിക്കുകയാണ്. എന്തിന്? അവരിൽ നിന്ന് യാതൊരു വിധത്തിലുള്ള സ്വാധീനവും ഇല്ലാതെ തന്നെ അവർക്ക് കണ്ടറിഞ്ഞ് അത്തരം അനുഗ്രഹങ്ങളെല്ലാം നൽകിയ അനുഗ്രഹദാതാവായ അല്ലാഹുവിനെ മനസ്സിലാക്കി അവനെ അറിഞ്ഞ് ആരാധിക്കാനുള്ള ഒരു ശൈലിയിലേക്ക്, ഒരു ശ്രമത്തിലേക്ക് മനുഷ്യനെത്താൻ അല്ലാഹു തആല അവർക്ക് ഉത്ബോധനത്തിന്റെ രീതിയിലും ഉപദേശത്തിന്റെ സ്വഭാവത്തിലും ഇനിയും അവന്റെ അനുഗ്രഹങ്ങളെ അല്ലാഹു എടുത്തു പറയുകയാണ്. ഇവിടെ നമ്മൾ നിരന്തരം ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒട്ടനവധി അനുഗ്രഹങ്ങളുണ്ടല്ലോ. ആ സൗകര്യങ്ങളും സുഖങ്ങളും ഒന്നും വാസ്തവത്തിൽ നമുക്ക് നമ്മുടേതായ ഒരു ശൈലിയിൽ മാത്രം ചിന്തിച്ചുകൊണ്ട് നേടാൻ സാധിക്കുന്നതിനപ്പുറമുള്ളവയാണ് പലതും. അപ്പൊ അത്തരത്തിലുള്ള അനുഗ്രഹങ്ങളെല്ലാം ഒരുക്കി തന്ന് അല്ലാഹു ആകുന്ന യജമാനൻ നമുക്കിത്രയും കാരുണ്യം വർഷിച്ചുവെങ്കിൽ, ഈ കാരുണ്യവാനായ എന്റെ രക്ഷിതാവിനെ അറിഞ്ഞ് ആരാധിക്കുക എന്ന ബാധ്യതയും ഉത്തരവാദിത്വവും നിർവഹിക്കലാണ് വാസ്തവത്തിൽ മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത്. അവന്റെ ഏതൊരു മുന്നോട്ടുള്ള ഗമനവും ഇതിനെല്ലാം എനിക്ക് സൗകര്യം ചെയ്തു തന്ന നാഥനെ ഓർത്തുകൊണ്ടും അവനോട് നന്ദികേടാവാതിരിക്കും വിധത്തിലുമാകുന്നതിനു വേണ്ടി അവൻ ശ്രദ്ധിക്കണം വാസ്തവത്തിൽ. പക്ഷെ മനുഷ്യന്റെ പോക്കെങ്ങനെയാണ്? ഈ അനുഗ്രഹങ്ങളെല്ലാം അവന് ഒരു കഴിവുമില്ലാതിരുന്നിട്ടും നൽകിയ അള്ളാഹുവിനെ ധിക്കരിക്കുന്നു എന്ന് മാത്രമല്ല, അല്ലെങ്കിൽ മറന്നുപോകുന്നു എന്ന് മാത്രമല്ല, ആ അള്ളാഹുവിനെ വെല്ലുവിളിക്കാൻ പാകത്തിൽ അഹങ്കാരം വളർന്നു കഴിഞ്ഞിരിക്കുന്ന അവസ്ഥയിലാണ് പലരുമുള്ളത്. ഇത് അല്ലാഹു തആല വീണ്ടും വീണ്ടും നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് കാര്യഗൌരവത്തോടുകൂടെ വിഷയത്തെ ഓർത്ത് ചിന്തിച്ച് മനസ്സിലാക്കാനും നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായ മാറ്റത്തിലേക്ക് നമ്മൾ എത്തുന്നതിനു വേണ്ടിയുമാണ് എന്ന വസ്തുത നാം തിരിച്ചറിയണം. നോക്കൂ, അല്ലാഹു പറയുന്നു, വല്ലാഹു ജഅല ലക്കും മിൻ ബുയൂത്തിക്കും സകന. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾക്ക് ആശ്വാസവും സമാധാനവും നൽകിയിരിക്കുന്നു. വീട് എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാലോ. നമ്മുടെ കുടുംബത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി തന്ന വല്ലാത്ത ഒരു സംവിധാനമല്ലേ അത്? വല്ലാത്തൊരു അനുഗ്രഹമല്ലേ അത്? വീടും നാടുമില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്തുമാത്രം പ്രയാസം അനുഭവിക്കുന്നുണ്ടാകും. അടുത്ത കടയുടെ ഷട്ടർ താഴ്ത്തുന്നതുവരെ കാത്തു നിൽക്കേണ്ടി വരുന്ന മനുഷ്യന്മാരില്ലേ ലോകത്ത്? അപ്പൊ ജീവിക്കാൻ ആവശ്യമായ ഒരു ഇടം അല്ലാഹു നൽകുന്നു എന്നത് അതൊരു വല്ലാത്ത അനുഗ്രഹമായി നമ്മൾ കാണേണ്ടത് തന്നെയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. കുടുംബസമേതം നമുക്ക് ശാന്തമായും സമാധാനപൂർണമായും താമസിക്കാനുള്ള ഒരു ആസ്ഥാനം ഏതൊരു മനുഷ്യന്റെയും തീവ്രാഭിലാഷമായിരിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ലല്ലോ. അതുകൊണ്ട് കിടപ്പാട സജ്ജീകരണം എന്നത് ഒരു പ്രത്യേക അനുഗ്രഹമായി തന്നെ പരാമർശിക്കേണ്ടതുണ്ട്. പലപ്പോഴും അറബികളെ സംബന്ധിച്ചിടത്തോളം അവർ യാത്രക്കാരായിരുന്നു. ആ യാത്രയിലും അവർക്ക് താമസിക്കാൻ ഒരു സ്വസ്ഥമായ ഇടം വേണം. പക്ഷെ ആ ഇടം നേരത്തെ സംവിധാനിച്ചു വെച്ചതും അങ്ങേയറ്റം സുഭദ്രവും ആയിരിക്കണം എന്ന് പറഞ്ഞാൽ അത് നടക്കില്ല. കാരണം അവർ യാത്രയിൽ കൂടെ കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു മൊബൈൽ വീട്, അതിനാവശ്യമായ സംവിധാനം അല്ലാഹു അവർക്ക് ഒരുക്കി കൊടുത്തു. അതാണ് അല്ലാഹു തആല ഇനി പറയുന്നത്. അല്ലാഹു ആദ്യം പറഞ്ഞത് വല്ലാഹു ജഅല ലക്കും മിൻ ബുയൂത്തിക്കും സകന, നിങ്ങളുടെ വീടുകളിൽ നിന്ന് അല്ലാഹു നിങ്ങൾക്ക് ആശ്വാസ സ്ഥലം
സമാധാന കേന്ദ്രം അള്ളാഹു ഉണ്ടാക്കി തന്നു. വീട്ടിലേക്കെത്തിയ നമ്മുടെ സ്വന്തം വീട്ടിലേക്കെത്തിയാൽ ഏതൊരാൾക്കും അതൊരു വല്ലാത്ത ആശ്വാസമാണ്. വീട് വിട്ട് പുറത്തുപോയി എത്ര സൗകര്യങ്ങളും അതേപോലെ സുഖങ്ങളും അനുഭവിച്ചാൽ പോലും അവനവന്റെ വീട്ടിൽ കിടന്നുറങ്ങുന്ന, വീട്ടിൽ റെസ്റ്റ് ചെയ്യുന്ന ഒരു സംതൃപ്തി അത് പലപ്പോഴും പലർക്കും ലഭിക്കില്ല. ഒരുപക്ഷെ തന്റെ വീട്ടിൽ സൗകര്യങ്ങൾ വളരെ കുറവായിരിക്കാം, സാമഗ്രികൾ വളരെ കുറവായിരിക്കാം, സൗകര്യങ്ങളൊക്കെ വളരെ പരിമിതമായിരിക്കും. എന്നാൽ പോലും എല്ലാ സൗകര്യങ്ങളുമുള്ള കൊട്ടാരത്തിൽ നിന്നും അവനവന്റെ വീട്ടിലേക്കും ആസ്ഥാനത്തേക്കും എത്തിയാൽ കിട്ടുന്ന ഒരു സംതൃപ്തി അത് വിവരിക്കാൻ സാധിക്കാത്ത വിധത്തിലുള്ളതാണ്. അതുകൊണ്ടാണ് അതിനെ അള്ളാഹു നമ്മുടെ സ്വന്തം വീടുകളെ സെക്കൻഡ് എന്ന്, വീടിന് സെക്കൻഡ് എന്ന് തന്നെ പേരും പറയാറുണ്ടല്ലോ, ആശ്വാസ ഭവനം, ആശ്വാസ സ്ഥലം എന്ന് പറയുന്നത്. ഇനി യാത്രയിലൊക്കെ ആകുന്ന സമയത്ത് നമുക്ക് താമസിക്കാൻ ഇടം വേണം. അത് അല്ലാഹു തആല നൽകുന്ന രണ്ടാമത്തെ അനുഗ്രഹമാണ്. അതാണ് വജഅല ലക്കും മിൻ ജുലൂദിൽ അൻആമി ബുയൂതൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല കന്നുകാലികളുടെ തോലിൽ നിന്ന് നിങ്ങൾക്ക് വീടുകളെ സംവിധാനിച്ചിരിക്കുന്നു. കന്നുകാലികളുടെ തോലുപയോഗിച്ച് ഹൈമകളുണ്ടാക്കി, ഡൂമുകളുണ്ടാക്കി താൽക്കാലികമായി മരുഭൂമിയിലും മറ്റും താമസിക്കാൻ, കാറ്റും വെയിലും കൊള്ളാത്ത, അതേപോലെ തന്നെ മഴയും തണുപ്പിൽ നിന്നും പ്രതിരോധിക്കാൻ സാധിക്കുന്ന വിധത്തിലുള്ള ഹൈമകളുണ്ടാക്കിയിട്ട്, തമ്പുകളുണ്ടാക്കി, അതേപോലെ തന്നെ കുബ്ബകളുണ്ടാക്കി അതിനകത്ത് താമസിക്കുകയും അവരുടെ ആ റെസ്റ്റ് കഴിഞ്ഞാൽ അവിടുന്ന് വീണ്ടും യാത്ര ചെയ്യുകയും ചെയ്യുമ്പോൾ ഈ മൊബൈൽ ഭവനം കൂടെ തന്നെ കൊണ്ടു നടക്കാൻ പറ്റും. അങ്ങനത്തെ അനുഗ്രഹം അള്ളാഹു നിങ്ങൾക്ക് തന്നു. അതാ രണ്ടാമത് പറയണത്. ഒന്നാമത്തെ സ്ഥിരമായിട്ട് നമ്മൾ സ്വന്തം നാട്ടിലോ അല്ലെങ്കിൽ എവിടെയാണോ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് സംവിധാനിച്ചിരിക്കുന്ന വീടാണ്. വല്ലാഹു ജഅല ലക്കും മിൻ ബുയൂത്തിക്കും സകന, നിങ്ങളുടെ വീടുകളിൽ അല്ലാഹു സുബ്ഹാനഹു നിങ്ങൾക്ക് സമാധാന കേന്ദ്രം നിശ്ചയിച്ചു എന്ന് പറഞ്ഞത്. രണ്ടാമത് ജഅല ലക്കും മിൻ ജുലൂദിൽ അൻആമി ബുയൂതൻ, കന്നുകാലികളുടെ തോലിൽ നിന്ന് അല്ലാഹു തആല നിങ്ങൾക്ക് വീടുകൾ സംവിധാനിച്ചു തന്നു. തസ്തഖിഫൂനഹ, അതിനെ ചുമക്കാൻ, വഹിച്ചു കൂടെ കൊണ്ടുപോകാൻ നിങ്ങൾക്ക് വളരെ ലഘുവാണ്. അതായത് ഒന്നിച്ച് കൂടെ കൂട്ടാൻ പറ്റിയ, ലഗേജായി കൊണ്ട് നടക്കാൻ പറ്റിയ വിധത്തിലുള്ള സാധനത്തെയും വീടായി അള്ളാഹു നിങ്ങൾക്ക് സംവിധാനിച്ചു തന്നു. യൗമ ലഅനിക്കും, നിങ്ങളുടെ യാത്രാദിനങ്ങളിൽ, വയൗമ ഇഖാമത്തിക്കും, നിങ്ങളുടെ താവളമടിക്കുന്ന സമയത്തും. യാത്രയിൽ നമ്മൾ സഞ്ചരിക്കുന്ന സമയമുണ്ട്, അപ്പൊ ഈ ഭവനത്തെ നമുക്ക് മടക്കി ചുരുട്ടി ബാഗിൽ വെച്ച് കൂടെ കൊണ്ടുപോകാം. ഇനി എവിടെങ്കിലുമൊക്കെ നമ്മൾ താവളമടിക്കുകയാണ്, ആ താവളമടിക്കുമ്പോൾ അവിടെയും നമുക്ക് എന്ത് ചെയ്യാം, ഇത് ശരിക്ക് ഒരു ഹൈമയാക്കി, ഒരു തമ്പാക്കിയിട്ട് അല്ലെങ്കിൽ ഒരു ഡൂമുണ്ടാക്കി അതിന്റെ അകത്ത് നമുക്ക് സ്വസ്ഥമായി താമസിക്കാൻ സാധിക്കും. ഇതിന് പറ്റും വിധത്തിൽ കന്നുകാലികളുടെ തോലിനെ സംവിധാനിച്ചു തന്നവൻ അത് അല്ലാഹുവാണ്, അവൻ നിങ്ങൾക്ക് ചെയ്തു തന്ന വല്ലാത്ത അനുഗ്രഹമാണ് എന്ന്. ഇനി ഒമിൻ അസ്വാഫിഹ, ചെമ്മരിയാടുകളുടെ രോമങ്ങളിൽ നിന്ന്, വൗബാരിഹ, ഒട്ടകങ്ങളുടെ രോമങ്ങളിൽ നിന്നും, വാശാരിഹ, കോലാടുകളുടെ രോമങ്ങളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് സംവിധാനിച്ചു തന്നു അസാസൻ, വീട്ടുപകരണങ്ങൾ. വമതാഅൻ ഇലാ ഹീൻ, ഒരു നിശ്ചിത സമയം വരെ നിങ്ങൾക്ക് ഉപഭോഗത്തിനാവശ്യമായ സംവിധാനങ്ങളും. അഥവാ രോമങ്ങൾ ഉപയോഗിച്ച് തണുപ്പിന്റെ കുപ്പായം ഉണ്ടാക്കുന്നത് നമുക്കറിയാമല്ലോ, ബാഗും അതേപോലെ തന്നെ മറ്റു സാധനങ്ങളുമൊക്കെ, വീട്ടുപകരണങ്ങൾ, തോലും അതേപോലെ തന്നെ ഈ രോമങ്ങളൊക്കെ ഉപയോഗിച്ച് എന്തുണ്ടാക്കും, വീട്ടുപകരണങ്ങൾ, തോൽപാത്രങ്ങൾ, അതേപോലെ തന്നെ വിരിപ്പ്, പുതപ്പ്, ഇങ്ങനെ തുടങ്ങിയിട്ട് പല സാധനങ്ങളും ഈ ആടുകളുടെ, കന്നുകാലികളുടെ തോലും അതിന്റെ രോമങ്ങളൊക്കെ ഉപയോഗിച്ച് മനുഷ്യന്മാരുണ്ടാക്കുന്നുണ്ട്. അപ്പോ അവർക്ക് എല്ലാവിധ കന്നുകാലികളെ കൊണ്ടുള്ള വേറെ ചില ഉപകാരങ്ങൾ നേരത്തെ പറഞ്ഞു. അതിന്റെ പുറമെ അതിന്റെ തോലുപയോഗിച്ചും അതേപോലെ അതിന്റെ രോമം ഉപയോഗിച്ചുമൊക്കെ നിങ്ങൾക്ക് വലിയ സൗകര്യങ്ങൾ ഒരുക്കാൻ പറ്റും വിധത്തിൽ അള്ളാഹു അതിന് പാകപ്പെടുത്തി തന്നു. ഇത് ഈ വിധത്തിൽ സംവിധാനിച്ചു തന്നതാരാണ്? യജമാനനായ അള്ളാഹുവാണ് എന്നർത്ഥം. വീണ്ടും അള്ളാഹുവിന്റെ അനുഗ്രഹം പറയുകയാണ്, വല്ലാഹു ജഅല ലക്കും മിമ്മ ഖലഖ ളിലാലൻ, അള്ളാഹു സൃഷ്ടിച്ചതിൽ നിന്ന് നിങ്ങൾക്കവൻ നിഴലിനെ, തണലിനെ അള്ളാഹു തആല സംവിധാനിച്ചു തന്നു. തണൽ എന്ന് പറയുന്നത് മരുഭൂമിയിൽ താമസിക്കുന്ന സമയത്തു മാത്രമല്ല, ഏതൊരു സഞ്ചാരത്തിലും ഒരു യാത്രയിലും നമ്മുടെ സ്വന്തം വീട്ടിലല്ലാത്ത സന്ദർഭങ്ങളിലെല്ലാം അതിശക്തമായിട്ടുള്ള ചൂടും വെയിലും അതേപോലെ തണുപ്പ് ഒക്കെ വരുന്ന സമയത്ത്
അതിൽ നിന്നൊരു താൽക്കാലിക ആശ്വാസം എന്ന വിധത്തിൽ നമുക്ക് വലിയ സമാധാനം നൽകുന്നതാണ് നിഴല് എന്ന് പറയുന്നത്. അപ്പൊ ആ നിഴലിൽ, ആ തണലിൽ നമ്മൾ നിൽക്കും, അല്ലേ? അതാണ് അല്ലാഹു പറയുന്നത്, വല്ലാഹു ജഅല ലക്കും മിമ്മാ ഖലഖ നിലാലൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ സൃഷ്ടിച്ചതിൽ നിന്ന് നിങ്ങൾക്ക് നിഴലിനെ, തണലിനെ അല്ലാഹു തആല സംവിധാനിച്ചു. ആ തണൽ എന്ന് പറയുന്നത് യാത്രയിലും അതേപോലെ തന്നെ പുറത്തിറങ്ങുന്ന സമയത്തുമൊക്കെ വലിയൊരാവശ്യമാണ്. മേഘങ്ങൾ, അതേപോലെ കെട്ടിടങ്ങൾ, വൃക്ഷങ്ങൾ, ഉയർന്ന മലകൾ തുടങ്ങിയവയുടെ തണലുകൾ പരമാവധി ഉപയോഗപ്പെടുത്തിയിരുന്ന ആളുകളാണ് യാത്രക്കാരായ ആളുകളൊക്കെ. അപ്പോ ആ സംവിധാനം അതൊരു വല്ലാത്ത സൗകര്യമാണ്. അതാണ് വല്ലാഹു ജഅല ലക്കും മിമ്മാ ഖലഖ നിലാലൻ. അല്ലാഹു തആല അവൻ സൃഷ്ടിച്ചതിൽ നിന്ന് നിങ്ങൾക്ക് തണല് അല്ലാഹു സംവിധാനിച്ചു. വജഅല ലക്കും മിനൽ ജിബാലി അക്നാനൻ, പർവ്വതങ്ങളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് അഭയകേന്ദ്രങ്ങളും സംവിധാനിച്ചു. ബങ്കറുകൾ, അതേപോലെ തന്നെ മാളങ്ങൾ, അതുപോലെ ഗുഹകൾ, ഇവിടെയൊക്കെ മനുഷ്യനെന്ത് ചെയ്യാൻ പറ്റും? തൽക്കാലത്തേക്കൊന്ന് സ്റ്റേ ചെയ്യാനോ, അതേപോലെ തന്നെ ആരുടെയും ശല്യത്തിൽപ്പെടാതിരിക്കാനോ, ശല്യത്തിൽ നിന്ന് സുരക്ഷിത സ്ഥാനം തേടാനോ ഒക്കെ സാധിക്കുന്ന സംവിധാനം അത് അല്ലാഹു തആല നിങ്ങൾക്ക് സംവിധാനിച്ചു തന്നതാണ്. വജഅല ലക്കും സറാബീല തഖീകുമുൽ ഹർറ, ചൂടിനെ പ്രതിരോധിക്കാൻ ഒപ്പം തന്നെ തണുപ്പിനെയും പ്രതിരോധിക്കാൻ സാധിക്കുന്ന വസ്ത്രങ്ങൾ അല്ലാഹു തആല നിങ്ങൾക്ക് സംവിധാനിച്ചു തന്നു. വസറാബീല തഖീകും ബഅസക്കും, നിങ്ങൾക്കിടയിലുണ്ടാകുന്ന പരസ്പര ആക്രമണങ്ങളിൽ നിന്ന്, പരസ്പരമുണ്ടാകുന്ന ശിക്ഷകളിൽ നിന്ന് നിങ്ങൾക്ക് കാവൽ നൽകുന്ന പടയങ്കി പോലുള്ള ആ വസ്ത്രങ്ങൾ അതും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് സംവിധാനിച്ചു തന്നു. അതായത് യുദ്ധരംഗത്ത് അനിവാര്യമായ പടയങ്കികൾ, അതേപോലെ തന്നെ രോമവും അതുപോലെ പരുത്തിയും മറ്റുമൊക്കെ ഉപയോഗിച്ചുണ്ടാക്കുന്ന വസ്ത്രങ്ങൾ, തണുപ്പിനും മറ്റൊക്കെ ഉപയോഗിക്കാൻ ആവശ്യമായിട്ടുള്ള ഈ സംവിധാനങ്ങളൊക്കെ ഈ പ്രകൃതിയിൽ തന്നെ അല്ലാഹു തആല ഒരുക്കി തന്നു. നമുക്കറിയാമല്ലോ, ഉപജീവനത്തിന് ആവശ്യമായ മറ്റു വസ്തുക്കൾ, വ്യത്യസ്ത സൗകര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഈ ദുനിയാവിൽ നമുക്ക് വേണ്ടി സംവിധാനിച്ചു തന്നിട്ടുണ്ട്. അങ്ങനെയുള്ള സംവിധാനങ്ങളെല്ലാം ഒരുക്കി തന്നതിന് ശേഷം അല്ലാഹു തആല പറയാ, കദാലിക, ഇപ്രകാരം, അതായത് ഈ സൗകര്യങ്ങളൊക്കെ അല്ലാഹു നിങ്ങൾക്ക് ഒരുക്കി തന്നതുപോലെ യുത്തിമ്മു നിഅമതഹു അലൈക്കും, അവന്റെ കാരുണ്യത്തെ, അനുഗ്രഹത്തെ നിങ്ങളുടെ മേൽ അവൻ പൂർത്തിയാക്കും. അതായത് വീണ്ടും നിങ്ങളുടെ ജീവിതത്തിൽ പല സൗകര്യങ്ങളും ആവശ്യമുണ്ട്. ഓരോ കാലഘട്ടങ്ങൾക്കനുസരിച്ച് പുതിയ പുതിയ ഫെസിലിറ്റീസ് നിങ്ങൾക്ക് അനിവാര്യമായി വരും. അതെല്ലാം അല്ലാഹു തആല ഒരുക്കി തരും, അല്ലേ? ഇപ്പൊ നിങ്ങൾ നോക്കൂ, ഒരു കാലത്ത് നമുക്ക് കയറിക്കിടക്കാനൊരു ഇടമുണ്ടെങ്കിൽ, തൽക്കാലത്തേക്കൊരു ഓലമേഞ്ഞ വീടുണ്ടെങ്കിൽ അത് തന്നെ അവൻ അന്നത്തെ വലിയ ആളായിട്ട് മാറുന്ന അവസ്ഥ ഉണ്ട്. പിന്നീട് അത് ഓട് സംവിധാനത്തിലേക്ക് വന്നു, ആസ്പെറ്റോസും ഷീറ്റും ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള സംവിധാനങ്ങളിലേക്കൊക്കെ വന്നു. അതൊക്കെ കഴിഞ്ഞിപ്പോ നമ്മൾ വാർപ്പിന്റെയും ടെറസിന്റെയും ഒക്കെ സംവിധാനത്തിലേക്ക് പോയി. ഒരുപക്ഷെ ഇനി ഒരു കാലഘട്ടം വരുമ്പോൾ ഇതിനേക്കാളും സൗകര്യപ്രദമായ മറ്റൊരു സംവിധാനം വന്നാൽ ആ സംവിധാനമൊക്കെ അല്ലാഹുവാണ് ഒരുക്കി തരുന്നത് എന്ന് പറഞ്ഞാൽ ഇത്തരം രംഗത്തുള്ള പുരോഗതികളും ഡെവലപ്മെന്റും ഒന്നും നമ്മുടെ കണക്കുകൂട്ടലിന്റെ അപ്പുറത്താണ് എന്നർത്ഥം. അപ്പൊ അത് ഇനിയും പുരോഗതി ആ വിഷയത്തിലൊക്കെ വന്നുകൊണ്ടിരിക്കാം എന്നതിലേക്ക് കൂടി സൂചനയാണ് ഈ പദപ്രയോഗം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു നിങ്ങൾക്ക് അവന്റെ അനുഗ്രഹങ്ങൾ ഇനിയും പൂർത്തിയാക്കി തരും എന്ന് പറഞ്ഞാൽ ഇനിയും പുരോഗതി വരാനുണ്ട് എന്ന് തന്നെയാണ് അതിന്റെ താല്പര്യമെന്ന് മനസ്സിലാക്കണം. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, എന്തിനാണ് ഇതെല്ലാം അല്ലാഹു നിങ്ങൾക്ക് ഒരുക്കി തന്നത്? ലഅല്ലക്കും തുസ്ലിമൂൻ, നിങ്ങൾ അവന് കീഴ്പ്പെടുന്നവരാവാൻ വേണ്ടി. അല്ലാഹുവാണ് ഇതിന്റെ എല്ലാം സംവിധായകൻ, അവനാണ് ഇതിന്റെയൊക്കെ കൺട്രോളർ, അവനാണ് ഈ കാര്യങ്ങളൊക്കെ ഒരുക്കിത്തന്ന് നമുക്ക് സുരക്ഷിതത്വത്തിന്റെ ഉന്നതമായ സോപാനത്തിൽ വിരാജിക്കാനുള്ള സൗകര്യമൊരുക്കിയവൻ. അതുകൊണ്ട് അവനെ മാത്രമേ ഞാൻ ആരാധ്യനായി കാണൂ, അവനെ മാത്രമേ ഞാൻ ഇലാഹായി വിശ്വസിക്കുകയുള്ളൂ എന്ന് നിങ്ങൾ പറയാൻ പറ്റും പരുവത്തിലേക്ക് നിങ്ങളുടെ ബുദ്ധിയും ചിന്തയും അതേപോലെ തന്നെ യുക്തിയും നിങ്ങളെ കൊണ്ടെത്തിക്കുന്ന അവസ്ഥയുണ്ടാവണം. ഇതെല്ലാം തന്നത് അല്ലാഹു. എന്നിട്ട് നമ്മൾ ആരാധന എന്ന പരമമായ വണക്കവും താഴ്മയും ഇതൊന്നും ചെയ്യാത്ത ഒരു ഉപകാരവും നമുക്ക് ചെയ്തു തന്നിട്ടില്ലാത്ത വസ്തുക്കൾക്ക് കൊടുക്കുക എന്നത് വല്ലാത്തൊരു ബുദ്ധിശൂന്യതയല്ലേ എന്ന് നമ്മൾ ഓർക്കണം എന്നുകൂടി ഇതിന്റെ അകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അറിയിക്കുന്നു. അതുകൊണ്ട് തന്നെ തുടർന്നുള്ള പറയാ, ഫൈൻ തവല്ലൗ, ഇത്രയൊക്കെ വിശദീകരിച്ചിട്ടും ഇനിയും തങ്ങളെ ഉൾക്കൊള്ളാതെ അവർ പിന്തിരിഞ്ഞു പോവുകയാണെങ്കിൽ ഫഇന്നമാ അലൈക്കൽ ബലാഗുൽ മുബീൻ, നബിയെ അങ്ങയുടെ മേലിൽ വ്യക്തമായ പ്രബോധനം മാത്രമാണുള്ളത്. ആ പണി തങ്ങൾ ഭംഗിയായി നിർവഹിച്ചിട്ടുണ്ട്. ഇനി അവർ വിശ്വസിക്കുന്നില്ലെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം തങ്ങൾക്കില്ല, തങ്ങൾ വിഷമിക്കേണ്ടതില്ല. യഅരിഫൂന നിഅമത്തല്ലാഹി,
അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ അവർ മനസ്സിലാക്കുന്നു. എന്നിട്ട് സുമ്മയുൻകിറൂനഹ, അതിനെ അവർ നിഷേധിക്കുന്നു. വഅക്സറുഹുമുൽ കാഫിറൂൻ, അവരിൽ അധിക ആളുകളും സത്യനിഷേധികളാണ്. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? ഇതെല്ലാം തന്നത് അള്ളാഹുവാണ്. അവരെ തന്നെ ചോദിച്ചാൽ അവർ പറയുന്നതൊക്കെ അള്ളാഹ് തന്നത് എന്ന് പറയും. എന്നിട്ടോ ആരാധന അവർ അള്ളാഹു അല്ലാത്തവർക്ക് കൊടുക്കും. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ചോറ് ഇവിടെയും കൂറ അവിടെയും എന്ന് പറഞ്ഞ സമീപനം സ്വീകരിക്കും. അതൊരു വല്ലാത്ത അവസ്ഥയാണ് എന്നർത്ഥം. ബഹുമാനപ്പെട്ട ഇബ്നു കസീർ ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ഒരു സംഭവം പറയുന്നത് കാണാം. ഒരു അറാബിയായ മനുഷ്യൻ നബിതങ്ങളുടെ അടുത്ത് വന്നു. റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നിട്ട് നബിതങ്ങളോട് ചില ചോദ്യങ്ങൾ ചോദിച്ചു. അപ്പൊ ഈ പറഞ്ഞ ആയത്തുകൾ, ഇപ്പൊ നമ്മൾ പറഞ്ഞ അള്ളാഹു ചെയ്യുന്ന അസംഖ്യം അനുഗ്രഹങ്ങളെ പ്രതിപാദിക്കുന്ന ആയത്തുകൾ അള്ളാഹുവിന്റെ റസൂൽ ഓതിക്കൊടുത്തു. ആ ആയത്തുകളൊക്കെ ഓതിക്കൊടുക്കുമ്പോൾ, അതായത് അള്ളാഹു തലങ്ങൾക്ക് വീടുണ്ടാക്കി തന്നു, അതുപോലെ തന്നെ നിങ്ങൾക്ക് യാത്രയിലൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ ഹൈമകൾക്കുള്ള സംവിധാനങ്ങൾ ഒരുക്കി തന്നു, അതുപോലെ തണൽ സംവിധാനത്തിന് അള്ളാഹു തല ഏർപ്പാടുണ്ടാക്കി തന്നു. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഓരോ കാര്യം പറയുമ്പോഴും യഖൂലുൽ അഅറാബിയു നഅം നഅം നഅം, അതേ നബിയെ ഇതൊക്കെ അള്ളാഹു തന്നതാണ്, ഒക്കെ അള്ളാഹു തന്നതാണ് എന്ന് പറയും. അങ്ങനെ പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പക്ഷേ ഇതെല്ലാം അള്ളാഹു തന്നതാണ് എന്ന് സമ്മതിക്കുമ്പോൾ തങ്ങൾ പറഞ്ഞു, കദാലിക യുത്തിമു നിഅമതഹു അലൈക്കും ലഅല്ലക്കും തുസ്ലിമൂൻ, ഇതൊക്കെ അള്ളാഹു നിങ്ങൾക്ക് ചെയ്തു തന്നത് നിങ്ങൾ അള്ളാഹുവിനെ വഴിപ്പെടുന്നവരാവാനാണ്, അവന് വഴങ്ങിക്കൊടുക്കുന്നവരാവാനാണ്, അവന് മാത്രം ആരാധ്യനായി കാണാനാണ് എന്ന് പറഞ്ഞതോടുകൂടെ ഫവല്ലൽ അഅറാബിയു, അഅറാബി പിന്തിരിഞ്ഞുപോയി. ഇതുവരെ പറഞ്ഞ സപ്പോർട്ടൊന്നും പിന്നെ മൂപ്പരത്ത് കാണാനല്ല, മൂപ്പരത്തൊന്നും കേൾക്കാത്ത പോലെ പിന്തിരിഞ്ഞുപോയി. അപ്പോഴാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിറക്കിയത്, യഅരിഫൂന നിഅമത്തല്ലാഹ്, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളൊക്കെ അവർക്ക് മനസ്സിലാവുന്നുണ്ട്, ഇതെല്ലാം നൽകിയത് അള്ളാഹു ആണെന്ന് അവർ സമ്മതിക്കുന്നുമുണ്ട്. പക്ഷെ എന്നിട്ടും അള്ളാഹുവിനെ മാത്രം ആരാധ്യനായി കാണണം, അവന് ശരിയായി വിശ്വസിക്കണം എന്ന് പറയുമ്പോൾ ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. അള്ളാഹു നമുക്ക് ഈമാൻ നിലനിർത്തി തരട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി വസല്ലം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.